Hi friends, welcome to TechiSpace Malayalam. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മന്ത്ലി വീക്ക്ലി ഗിവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ 9Xന്റെ PubG ഗെയിം പ്ലേ ആണ്. നമുക്ക് PubG എത്ര ഫ്രെയിം റേറ്റിൽ കളിക്കാൻ പറ്റും, എത്ര ഗ്രാഫിക്സ് ലെവലിൽ ഹോണർ 9Xൽ കളിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. 14,000 രൂപ ബഡ്ജറ്റിൽ കിറിൻ 210F പ്രൊസസ്സറുമായിട്ടാണ് ഹോണർ 9X എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗെയിമിംഗ് പെർഫോമൻസ്, അതായത് അതിൻ്റെ ഒരു PubG ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഗെയിം കളിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 74%, ടെമ്പറേച്ചർ 27 ഡിഗ്രി ആണ്. ഹോണർ 9Xൽ PubG ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഗ്രാഫിക്സ് ലെവൽ മീഡിയം ഫ്രെയിം റേറ്റ് ആണ്. ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ്സിലാണ് ഇപ്പോൾ കളിച്ചു നോക്കാനായിട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് HD ഗ്രാഫിക്സിലും ഹൈ ഫ്രെയിം റേറ്റിലും കളിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഹോണർ 9Xലുണ്ട്. I got supplies. I need help. मुझे हेल्थ की ज़रूरत है, जल्दी आओ. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് PubG ഹോണർ 9Xൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും നമുക്ക് കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെയാണ് നമുക്ക് PubG ഹോണർ 9Xൽ കളിക്കാനായിട്ട് സാധിക്കുന്നത്. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ജമ്പ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാത്തിലും നമുക്ക് നല്ലൊരു ഗ്രാഫിക്സ് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സും നമുക്ക് കളിക്കിടയിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. 14,000 രൂപ ബഡ്ജറ്റിൽ ഹീലിയോ പ്രൊസസ്സറുമായിട്ടാണ് ഹോണർ 9X ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു ഓവർ പ്രൈസ്ഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നമുക്ക് Vivo U20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഫോണാണ്. അതിനകത്ത് നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്പോൾ ഗെയിമിംഗ് മാത്രമല്ല, മറ്റ് പെർഫോമൻസ് ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് Vivo U20 കാണാനായിട്ട് സാധിക്കുന്നത്. വെറുതെ ഈ ഒരു 2,000-3,000 രൂപ കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ ഇതേ ലെവലിൽ തന്നെയാണ് നമുക്ക് PubG ഒക്കെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു 11,000 രൂപയുടെ ഫോൺ തന്നെയായിരിക്കും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 10,000 രൂപ ബഡ്ജറ്റിലേക്ക് ഇറങ്ങിയാലും അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോണുകളൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിച്ച് പോകാവുന്ന ഫോണുകൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. Realme 5S ആണെങ്കിലും Redmi Note 8 ആണെങ്കിലും നല്ല പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഫോണുകൾ ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലെ, അതായത് ഇത്രയും ഒരു കൂടുതൽ പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ ഹോണർ 9X എത്ര പേര് വാങ്ങിക്കും, എത്ര പേര് അതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം.
अरे भाई हेल्थ दे दे मुझे यार एक। I got supplies. Enemy. Let's go. अरे भाई आजा यार, मैं जा रहा हूँ। अरे भाई कहाँ पे गए थे? वह बंदे आ गए हैं। അല്പനേരം പബ്ജി കളിച്ച് കഴിഞ്ഞിട്ടുള്ള ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് 68% ആണ്. അപ്പോൾ ചാർജ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കളിക്കുന്നതിനനുസരിച്ച് ചെറിയ തോതിലാണ് ചാർജ് ഇറങ്ങി വരുന്നുള്ളൂ. നല്ല പെർഫോമൻസ് അവിടെ ഉണ്ട്. ടെമ്പറേച്ചർ 42 ഡിഗ്രിയാണ്. അതും നമുക്കൊരു ഓവർ ഹീറ്റിംഗ് നമുക്ക് കാണുന്നില്ല. അവിടെ നമുക്ക് പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ തീർച്ചയായും പ്രൈസ് മാത്രമാണ് ഒരു നെഗറ്റീവ് ഉള്ളൂ. ബാക്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് തന്നെയാണ്.